വീഡിയോ പകർച്ചാൽ പോലെ വീഡിയോ പകർക്കാൻ പറ്റുമോ? ഹായ് ഓൾ, ശബ്ദം കേൾക്കാവോ? Replace in chat. Reply in chat, guys. Are we audible? Yes, sir. Okay. Audible. Okay. എല്ലാവരും ജോയിൻ ചെയ്തോ? Yes. Let's give one more minute. കുറച്ച് പേര് കൂടി ജോയിൻ ചെയ്യട്ടെ. ഒരു ലിങ്ക് മാറി കയറിയിട്ടുണ്ടോ? മറ്റേ പുതിയ ലിങ്ക് ഉണ്ട്. യെസ്, കാണുന്നുണ്ടല്ലേ? യാ, ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടോ, ഒന്ന് ജോയിൻ ചെയ്യട്ടെ ബാക്കിയുള്ളവര്. യാ, joining. Yes. വേറെ ലൈവ് നടക്കണ്ടല്ലോ. വേറെ ലൈവ് നടക്കണ്ടല്ലോ. അല്ല, അവിടെ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ. പ്രീവിയസ് വൺ അല്ലേ, അത് ക്യാൻസൽ ചെയ്യുന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ടോ? അല്ലേ? റിമൂവ് ഇതില്ലല്ലോ. കാണുന്നുണ്ടോ? എത്തിയിട്ടില്ലേ? യെസ് ഗൈസ്, സ്റ്റോറി ഒന്ന് ഇട്ടോ ഓക്കെ. യെസ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നാല്? എന്താണ് എല്ലാരും എക്സൈറ്റഡ് ആണ്? അപ്പൊ ഗിവ് ഒക്കെ അല്ലേ? കുറച്ച് ലേറ്റ് ആയി പോയല്ലേ? കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മുടെ ഈ ഒരു മൈക്കിന്റെ ഒരു ഇഷ്യൂ ആണ്. നോ ഇഷ്യൂസ്. സലീൽ സാർ എവിടെ? സലീൽ സാർ തൽക്കാലം അവൈലബിൾ അല്ല. സോ എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഇപ്പോ നമ്മുടെ ജൂൺ സെഷൻ ആയാലോ? എങ്ങനെ പോകുന്നു ക്ലാസ് എല്ലാം? കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, റൈറ്റ്? അപ്പൊ ഇതിൽ ആരൊക്കെയുണ്ട്? നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡൻസ് ആരൊക്കെയുണ്ട് ലൈവില്? ഇൻസ്റ്റിൽ എത്ര പേരുണ്ട്? സലീൽ സാർ അവിടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഉണ്ട്. ഓക്കെ, ഓക്കെയാണ്. യെസ്, അക്ബർ ഷാനുള്ള കമന്റ് ബോക്സിൽ. അതെ. സോ ഗൈസ്, നമ്മള് എന്ത് ചെയ്യണം, നമ്മുടെ ഗിവ് അവേ നമ്മൾ കുറെ ആയിട്ട് ഒരു 30 ദിവസത്തിന് മേലായിട്ട് പറഞ്ഞു. സോ ഒരുപാട് കമന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് നോട്ടിഫിക്കേഷൻസ് കണ്ട്
ഏകദേശം 13,000-ഓളം കമന്റ് ആൾമോസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് വന്ന എപ്പോഴും അറിയോ, ഈ 10:30 അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മള് പിള്ളേരല്ലേ, ആ ലാസ്റ്റ് മൊമെന്റില് ഫുൾ എന്തായിരുന്നു അല്ലെ, അതാ ഇവരെന്നെ കമന്റ് ഉണ്ടായിരുന്നു ഫുള്ള്. യെസ്, കുറെ പേര് കമന്റ് ബോക്സ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ കൂടുതൽ കമന്റ് ചെയ്തോളും കൂടുതൽ പോസ്റ്റ്. അതെ നമ്മള് ട്രൈ ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് പിക്ക് ചെയ്യലാളെ റെഡിയാണോ? നമ്മുടെ ഗിഫ്റ്റ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ എങ്ങനെ പിക്ക് ചെയ്യുന്ന റൂൾസും കാര്യങ്ങളും കൂടി പറയാലോ. ആദ്യം നമുക്ക് എന്തായിരുന്നു, 5 പേർക്ക് അല്ലെ, 5 പേർക്ക് ഒരു പേപ്പർ. നമ്മൾ 5 സ്റ്റുഡൻസിനെ ABCD 5 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു പേപ്പർ നമ്മുടെ ഇൻസ്റ്റില് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ മെയിൻ അനൗൺസ്മെന്റ് നമ്മൾ പറയുന്നല്ലോ, ലക്കി എന്താ പറയാ, ജാക്ക്പോട്ട് വിന്നർ എന്ന് പറയാം. ആൾക്ക് ഇനി അങ്ങോട്ടുള്ള എക്സാം ഫീസ് നമ്മൾ എന്ത് ചെയ്യും, ആളുടെ എക്സാം ഫീസ് നമ്മളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യും. പ്ലസ് ഫുൾ ക്ലാസ് ട്യൂഷൻ ഫീ എന്ന് വെച്ചാൽ എഫക്റ്റീവ്ലി ഫുള്ളി എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മള് നിങ്ങൾക്ക് ഈ ഗിവ് അവേയുടെ തിരക്കിലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എല്ലാ ചെലവും തരും. ഫുട്ബോൾ ടൂർണമെന്റ് സെറ്റ് ചെയ്യാം. നമ്മളിത് കഴിഞ്ഞിട്ട് അതായിരിക്കും നെക്സ്റ്റ് ഡേ നമ്മൾ സെറ്റ് ചെയ്യും. മെസ്സി ഫാൻസ് വേഴ്സസ് ക്രിസ്ത്യാനോ ഫാൻസ് ആണെങ്കിൽ സെറ്റ് ചെയ്യാം. അത് നടക്കും. നമുക്ക് അതിൽ ഞാൻ കൂടാൻ പറ്റില്ല. ഓക്കെ, നെയ്മർ ഫാൻസ് ഇറങ്ങും. യെസ്, എന്താ സ്റ്റേല് എന്താ പറയുന്നത്, എക്സാം ഫെയിൽ ആവാൻ പാടില്ലല്ലോ. എക്സാം നിങ്ങൾ ഫെയിൽ ആവാൻ പാടില്ല. എന്താ ഞാൻ പറഞ്ഞേ, നമ്മള് ഒരു സ്റ്റുഡന്റിന് ആളുടെ പഠിക്കാനുള്ള എക്സാം ഫീസ്, പഠിക്കാനുള്ള ട്യൂഷൻ ഫീസ് കൊടുക്കുന്നുണ്ടാവും. ഐ മീൻ ട്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പ്ലസ് എന്തുണ്ടാവും, ആളുടെ 1 ടൈം പേയ്മെന്റ് ആണ്. അതായത് ഇനി അങ്ങോട്ടുള്ള ഉദ്ദേശിച്ച ആളുടെ പേയ്മെന്റ് ഒരു തവണ. ടൈം കളയാതെ വിന്നർ പ്രഖ്യാപിക്കും സാറേ. ജെറി എന്ത് ചെയ്തിട്ടുള്ള ജെറി ഇത് കമന്റ് ചെയ്തിട്ടുണ്ടാ? ജെറി ഇങ്ങനെ ഇവിടുന്നാണോ പിക്ക് ചെയ്യുന്നത്? നമ്മൾ ബ്രസീൽ ഫാൻസ് ആടാ, നീ വിചാരിച്ച നടക്കൂല. ഓക്കെ, കുറച്ച് അർജന്റീന ഫാൻസ് ഉണ്ട് അല്ലേ. നമ്മള് ഫസ്റ്റ് എന്ത് ചെയ്യാ, അങ്ങനെയാണെങ്കിൽ മെയിൻ വിന്നറെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ആരെ സെലക്ട് ചെയ്യണം? മെയിൻ വിന്നറെ സെലക്ട് ചെയ്യണോ അതോ നമ്മുടെ 5 ക്ലാസ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണോ? നമ്മുടെ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടന്നാലോ? നിങ്ങൾ കമന്റ് ചെയ്ത സിദ്ധാർത്ഥിനെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സിദ്ധാർത്ഥിനെ സെലക്ട് ചെയ്യാൻ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വിന്നേഴ്സ്. ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്ക് 2 കമന്റ് ബോക്സ് ഇല്ലേ? 2 കമന്റ് ബോക്സ്. അതെ, 2 കമന്റ് ബോക്സ് ഉണ്ട്. യെസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല്, ആദ്യം 2 ഓരോരുത്തരെ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. റൈറ്റ്, ആദ്യം ഓരോരുത്തരെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അതായത് ഒരു വീഡിയോ ഒരാളെ സെലക്ട് ചെയ്യാം, അടുത്ത വീഡിയോ ഒരാളെ സെലക്ട് ചെയ്യാം. റൈറ്റ്, അപ്പൊ നമുക്ക് 2 പേരുണ്ടല്ലോ, അപ്പോഴല്ലേ അത് ഫെയർ ആയിട്ട് വരുന്നത് അല്ലേ? അങ്ങനെയല്ലേ? യെസ്. എന്നിട്ട് എന്താ ചെയ്യണ്ടേ, അതിൽ ഇവർ 2 പേരെ വെച്ച് നമുക്ക് കോയിൻ ടോസ് ചെയ്യാം. റൈറ്റ്, ഹെഡ്സ് ഓർ ടെയിൽ ഇട്ടിട്ട് കോയിൻ ടോസ് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിച്ചിട്ടുള്ള അങ്ങനെയാണ്, കോയിൻ ടോസ് ചെയ്യാം അല്ലേ? ഇത്രേ ഉള്ളൂ. അതായത് ആദ്യത്തെ 5 ഇതുണ്ടാവുമല്ലോ, റൈറ്റ്. നമ്മൾ ഈ 5 ക്ലാസ്സസ് കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ 2 വീഡിയോ എന്നായിരിക്കും അല്ലെ. അതിലെ ഒരു വീഡിയോ 2 ആളെടുക്കും, ശരിയല്ലേ? മറ്റേ വീഡിയോ 2 ആളെടുക്കും. ഫസ്റ്റ് മെയിൻ ഇതുണ്ടാവുമല്ലോ, നമ്മുടെ മെയിൻ പ്രൈസ് വിന്നർ, അയാൾക്ക് 2 വീഡിയോ ഓരോ ആളെ എടുക്കും. എന്നിട്ട് കോയിൻ ടോസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം, നമ്മൾ ആ വിന്നറിനെ അനൗൺസ് ചെയ്യാം. ഓക്കെ, സോ ആ ഫസ്റ്റ് പ്രൈസ് വിന്നർ കിട്ടാത്ത റണ്ണർ അപ്പ് ഉണ്ടല്ലോ, ആ കോയിൻ ടോസ് ചെയ്തിട്ട് കിട്ടാത്ത ആള്, അയാൾക്കായിരിക്കും മറ്റേ ക്ലാസ് എന്ത് കൊടുക്കാം. ഓക്കെ, ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ്, റൈറ്റ്? എല്ലാരും ഫസ്റ്റ് 5 ആണ്. 2 ആദ്യം 4 പേരെ സെലക്ട് ചെയ്യും. അപ്പൊ ക്ലാസ് വിന്നേഴ്സിനെയാണ് എല്ലാവർക്കും വേണ്ടത്. എന്നാ പിന്നെ അങ്ങനെ ആക്കാം. സാറുമാരെ സെലക്ട് ചെയ്ത് സൈദിനെ കൊണ്ടുവരാന്ന്. സൈദ് വന്ന് ട്രോൾ ഉണ്ടാക്കാനുള്ളത്. എന്നാ പെട്ടെന്ന് സെലക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യില്ല നമുക്ക് അല്ലെ? വെയിറ്റ് അങ്ങ് നിർത്താം. കുറെ നേരമായി പിള്ളേർ വെയിറ്റ് ചെയ്യുന്നു. 10:30 പറഞ്ഞ നമ്മൾ 11:30 തുടങ്ങി. അതെ അതെ, അവരിപ്പോ എന്റെ പേര് പറയാം, 10:30 പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ PM എടുക്കാനുള്ള പ്ലാനാണോ? അതെ. പിന്നെ നമ്മളിവിടെ വന്നത് എന്തിനാ? ഗ്രാഫൊക്കെ കാണിച്ചു കൊടുക്കട്ടാ. വെറും ഷോ ആണ് ഗൈസ്, ഷോ ആണ്. PM ഇങ്ങനെ ഗ്രാഫ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ. അതെ, അത്രേ ഉള്ളൂ.
ഏത് നമ്മൾ ആദ്യം എടുക്കുന്ന രണ്ട് വിന്നേഴ്സിന് 4 പേര് രണ്ട് സെലക്ട് ചെയ്യാം. റൈറ്റ്. അപ്പൊ നമ്മള് എന്താ ആദ്യം എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്താ ക്ലാസ് അല്ലേ കൊടുക്കുന്നത്? യെസ്, ഫ്രീ ക്ലാസ് കൊടുക്കാൻ പോകുന്ന 2 പേരെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. യെസ്. ഇത് നമ്മുടെ രണ്ട് വീഡിയോസിന്റെ ലിങ്ക് അല്ലേ? ഞാൻ ഇന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോ ആദ്യം നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മൾ 2 പേരെ സെലക്ട് ചെയ്യാൻ പോവാണ്. നമ്മളെ നെക്സ്റ്റ് സെഷനിൽ ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ആൾക്കാരെ നമ്മൾ ഫസ്റ്റ് വീഡിയോ എന്ത് ചെയ്യാൻ പോവാണ്? സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സോ ഗൈസ് റെഡിയല്ലേ? സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് അല്ല സെക്കൻഡ് വീഡിയോ അല്ലേ? സെക്കൻഡ് വീഡിയോ. സോ സെക്കൻഡ് വീഡിയോയിൽ നിന്ന് നമ്മൾ 2 ആൾക്കാർ എടുക്കാൻ പോവാണേ. ഓക്കെ, നമ്മുടെ റൂൾസ് എന്താണെന്ന് അറിയാലോ? എത്ര പേരെ മെൻഷൻ ചെയ്യണം? മിനിമം 5 ടാഗുകളാണ് മെൻഷൻ ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ എത്ര ആളെ എടുക്കുന്നത്? 2 വിന്നറിനെയാണ് ഈ വീഡിയോ ഒന്ന് എടുക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? യെസ്. സോ ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എടുക്കണോ? വേണോ? വേണ്ടല്ലോ. അതായത് ഇൻ കേസ് ആള് അല്ലേ? ഓക്കെ ഫൈൻ. ഒരാൾ അല്ലേ വേണ്ട, അത് പിന്നെയും ഒരു തവണ പോവായിരിക്കും നല്ലത് അല്ലേ? അതായിരിക്കും നല്ലത്. ഓക്കെ, യൂണിക് യൂസേഴ്സ് ആക്കണോ? വേണ്ടല്ലോ. സെറ്റ് അല്ലേ? അപ്പൊ കൂടുതൽ കമന്റ് അടിച്ച ആൾക്കാർക്ക് കൂടുതൽ കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടും. യെസ്. So guys, here we go. Comments ആ വീഡിയോക്ക് 7206 കമന്റ് ആണ്. സോ 7206 കമന്റ് ആണ് ആ വീഡിയോക്ക് മാത്രം വന്നത്. ഓക്കെ, എത്ര കമന്റ്? 7206. നമ്മളെ രണ്ടാമത്തെ വീഡിയോക്കുള്ളതാണ്. സെക്കൻഡ് വീഡിയോ അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റാൻഡ് ഹിയർ. എല്ലാരും ഇതേപോലെ അതിന്ന് എല്ലാരും കമന്റ് ഉണ്ടാവും. റിപ്പീറ്റഡ് ആയ കമന്റ് വരെ കൺസീവ്. അപ്പൊ കൂടുതൽ കമന്റ് അടിച്ച ആൾക്ക് എന്തുണ്ടാവും? ഇതിപ്പോ എത്ര പേരെ സെലക്ട് ചെയ്ത്? 2 പേരല്ലേ? അതെ, 2 പേരാണ് വരാം. ഓക്കെ, സോ ആദ്യത്തെ വിന്നർ. വെരി എക്സൈറ്റഡ്. വെയിറ്റ്. എടാ എനിക്ക് എത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. പിള്ളേരുടെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. സോ യെസ്, അപ്പൊ എൻട്രീസ് അവർ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റാൻഡം ആയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോ നമുക്ക് കമന്റ്സ് ഇവിടെ കാണാൻ പറ്റും. സോ കമന്റ്സ് ഇവിടെ ജസ്റ്റ് എ സെക്കൻഡ്. കമന്റ്സ് ആണ്. ഓക്കെ ഗൈസ്, ഇവിടെ കമന്റ്സ് ആണ്. അതിൽ 1000 ഷെമീലുണ്ടോ? കുറെ പേര് അങ്ങനത്തെ ആൾക്കാരുണ്ട്. സോ so let's start guys. Okay, yes. എന്താണ്? യാ, വരും. അത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അഫ്ലഫ് ആണ് കിട്ടിയിട്ടുള്ളത്. ഏത്? നമ്മുടെ റോസ്മേരി അഗസ്റ്റിൻ. അതെ, സോ അഫ്ല ആൻഡ് റോസ്മേരി ആണ് നമ്മുടെ വിന്നർ ആയിട്ടുള്ളത്. ഓക്കെ, ഇവർ രണ്ടുപേരും ഒന്ന് ഫോട്ടോ എടുത്തു. എന്തായാലും വീഡിയോ ഉണ്ട് എന്നാലും. യെസ്, സോ ഇവരാണ് എന്ത് ചെയ്ത് നമ്മുടെ അടുത്ത സെഷനിലേക്കുള്ള ക്ലാസ് കിട്ടിയിട്ടുള്ള ആൾക്കാർ. അതെ, റോസ്മേരി ആൻഡ് അഫ്ല. ഓക്കെ, ഇത് ആരാണെന്ന് എന്തായാലും ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ഇയാള് ലൈവിലുണ്ടോ? അപ്പൊ അത് പോയി. അതാ. ഓക്കെ, മെയിനാണ് വരുന്നേ ഉള്ളൂ അല്ലേ? മെയിൻ വിന്നർ നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ,
ബിപിൻ പ്രദീപ് ഉറങ്ങിപ്പോയി. യെസ് ഫൈൻ. ഇല്ല ഇനി നമുക്ക് അടുത്തുണ്ടല്ലോ. So ഇത് സെക്കൻഡ് വീഡിയോ അല്ലേ നമ്മൾ ഫസ്റ്റ് എടുത്തത്? അതെ, സെക്കൻഡ് വീഡിയോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് വീഡിയോ. യെസ്, അടുത്തിലേക്ക് പോവാം. രണ്ടുപേരല്ലേ ഇനി അടുത്ത രണ്ടുപേരല്ലേ? അതെ. സോ അടുത്ത വീഡിയോ നമ്മൾ അടുത്ത രണ്ടുപേരെ എടുക്കാൻ പോകണ്ടോ? ഓക്കെ, കഴിഞ്ഞിട്ടില്ല. എവിടെ അഭിരാം പോകുന്ന? വരുന്നേ ഉള്ളൂ. നിങ്ങളെ മെയിൻ വിന്നേഴ്സ് ആർ ഓൺ ദി വേ. അപ്പൊ നമ്മള് രണ്ടുപേരെയും കൂടെ ഇടാം. നെക്സ്റ്റ് രണ്ടുപേരെയാണ് നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ ഫ്രീ ക്ലാസ് കിട്ടാൻ പോകുന്ന രണ്ടുപേര്. ഷെഫ്രിൻ സാറ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സിംപ്ലസ് ഷെഫ്രിൻ സാറിനോട് മാറി നിക്കണം എന്നൊക്കെ പറയുന്നത് എന്താണ്? സോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഏകദേശം 7,000 രണ്ടിനും ആൾമോസ്റ്റ് സെയിം കമന്റ് വന്നിട്ടുണ്ട്. 7,410 കമന്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അഗെയിൻ റൂൾസ് സെയിം തന്നെയാണ്. 2 വിന്നർ. ഓക്കെ, 5 ആളുകളെ മെൻഷൻ ചെയ്യണമായിരുന്നു. ഓക്കെ, സോ യാ ലെറ്റ്സ്. ഇല്ല, അത് ക്രൈറ്റീരിയ ആയിട്ട് കൊടുക്കാൻ പറ്റില്ലേ? അപ്പൊ 5 ടാഗ് ഇല്ലാത്തവരെ റിമൂവ് ആവും. നമ്മളാണ് കൂടുതൽ എക്സൈറ്റഡ്. നമ്മുടെ കുട്ടികൾ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത്. അതെ, കമന്റ്സ് ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം എത്ര കമന്റ് ലോഡ് ആയിട്ടുണ്ടെന്ന്. സലീൽ സാറിനെ നമ്മൾ കമന്റ് ബോക്സിൽ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സലീൽ സാർ ഫാൻ ഉണ്ട്. ഓൻ വന്ന മുതലേ എന്ത് ചെയ്യാണ്? സലീൽ സാർ എവിടെയാണ്? സാറിന് പറഞ്ഞായിരിക്കും അല്ലേ? അതിനൊന്ന് മറുപടി കൊടുത്ത് നാളെ PM ക്ലാസ് എന്താ സംഭവം എന്ന് വെച്ചാല് നടുവേദന വന്നുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു. എത്ര 1200 കമന്റ്സ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആരുടെയും കമന്റ് മിസ് ആവില്ല. 7400 കമന്റ്സ് എന്തായാലും മിസ് ആവില്ല. സോ കമന്റ്സ് ആർ ആഡിങ് ഗൈസ്, കമന്റ്സ് ആർ ആഡിങ്. എന്താ പറയുന്നത്? ഒന്നുമല്ല കൊടുത്തു. സ്ക്രീനിൽ നിന്ന് മാറി സാറേ, അതാ ഞാൻ പറയുന്നത്. ഞാൻ ഡെയിലി വേണോ? അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. എടാ സലീൽ സാർ എന്തോ പൈസ കൊടുത്തിട്ടുണ്ടോ അവന്? അഭിരാമിന് പൈസ കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. എവിടെയാണ് കൂട്ടുകാരാ എന്നാണ് ചോദിക്കുന്നത്. അതെ, സലീൽ സാർ ഫേക്ക് അക്കൗണ്ട് ആക്കി കമന്റ് ചെയ്യാറുള്ള. അതിനാണ് ഊപ്പർ ലൈവിൽ വരാത്തത്. അതെ കാര്യമായിട്ട് ഇതിലൊരു 5 കമന്റ് വരുമ്പോ ഒന്ന് ഷെമീലിയും ഒന്ന് നിജാദുമാണ്. കമന്റ് ചെയ്ത് നിർത്താത്തോട്ടുള്ള പ്രശ്നമാണ്. ടൈം നെക്സ്റ്റ് ഹൈക്രോസ് ഗിവ് അവേ, അത് നമുക്ക് സെറ്റ് ആക്കാം. റിക്ഷ സാറിന്റെ ഹൈക്രോസ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇൻസ്റ്റിൽ വേണ്ടി ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേ? ദാനം ചെയ്തിരിക്കുന്നു. അത് കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? 9/11 ആയാലോ? ഏതോ ഉദ്ദേശിച്ച മറ്റേ കറക്റ്റ് മതിയതല്ലേ? ആടാ ശരി, കറക്റ്റ് ആയാലും നടക്കുമ്പോൾ. അതെ അതിന് മുമ്പ് അവിടെ വേറെ ഒന്നുണ്ട്. അതെ, അത് മർസൂഖ് സാർ ആ സൈഡിക്കെങ്കിലും ഒന്ന് മാറി. ദൈവമേ,
ഓൻ കുറെ നേരമായിട്ട് മർസു സാറിന് വിളിച്ചിട്ടുണ്ട്, വല്ലാതെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഇനി ചിലപ്പോ അത് മാറും. ഓൾമോസ്റ്റ് 5000 കമന്റ്സ് ലോഡ് ആയിട്ടുണ്ട്. ഇനി 2000 കമന്റ്സ് മാത്രമേ ഉള്ളൂ. ചെറിയൊരു നമ്മൾ ലൈവ് എടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് ചെയ്താൽ മതിയായിരുന്നു. അല്ല, അത് ട്രാൻസ്പെറന്റ് ആണ്. ഇൻസ്റ്റയിൽ ആൾവേസ് ട്രാൻസ്പെറന്റ് ആണ്. നമ്മുടെ സെഷൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ അനൗൺസ് ചെയ്ത് പക്ക ട്രാൻസ്പെറന്റ് ആയിട്ടാണ്. അപ്പൊ ഇതും നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടേ മുന്നോട്ട് പോകും. ഓക്കെ. ഷഫ്രിൻ സാറിന് ഗിവ് അവേ കൊടുക്കുന്നു. ഇർഫാൻ സാറ് വെക്കുന്നുണ്ടോ? ഷഫ്രിൻ സാറിന് ഗിവ് അവേ കൊടുക്കുന്നു. അത് ആൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഷഫ്രിൻ സാറിന് നമ്മൾ ഗിവ് അവേ കൊടുത്തു കഴിഞ്ഞു. ഒരു 1 year മുന്നേ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഗിവ് അവേ ഉണ്ടോ? ഓഫ് കോഴ്സ് ഇനിയും ഗിവ് അവേ വരുന്നുണ്ട്. യെസ്, ഓൾമോസ്റ്റ് കമന്റ്സ് റീഡ് ചെയ്ത് കഴിഞ്ഞു. 6500 കമന്റ്സ്. എല്ലാ മാസവും ഫോണിൽ ചാർജ് എടുത്തിട്ടല്ലേ? നമ്മളെ വിന്നർ എത്തിക്കഴിഞ്ഞാൽ ഹായ് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. അതെ. So let's ഇതാണ് നിങ്ങളുടെ അടുത്ത 2 വിന്നറിന് മുഹമ്മദ് ഷാനിദ് ആണ് ആൾ. ടാഗ് ചെയ്ത ആൾക്കാർ അവിടെയുണ്ട്. അടുത്ത ആള് നിജാദ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കമന്റ് അടിച്ചൊരു വ്യക്തിയാണ് നിജാദ്. ഞാൻ കുറെ തവണ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കമന്റ് അടിച്ച ഒരാളായിരുന്നു നിജാദ്. സോ നിജാദിന് എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത കൂടി ഒരു ക്ലാസ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിജാദിന് വെൽ ഡിസേർവിംഗ് ആണ്. നിജാദ് കുറെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കമന്റ് നിജാദിന്റെ കണ്ടിട്ടുണ്ടോ? സീരിയസ്ലി എപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ഒരുപാട് കമന്റ് കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിജാദും ഒരുപാട് അതാണ് നിജാദ് നല്ലോണം ട്രൈ ചെയ്തു. 4 ആളുകളായി. ഓക്കെ, ഇനി നമ്മളെ ഗ്രാൻഡ് സാറിനോ അപ്പോ എങ്ങനെയായിരിക്കും 5th വിന്നറെ സെലക്ട് ചെയ്യുക ക്ലാസ്സിൽ? അപ്പൊ നമ്മള് ഈ ക്ലാസ്സിലുള്ള 5th വിന്നറിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഒരു വീഡിയോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് വീഡിയോ ഒന്ന് ഒരു ആളെടുത്ത്, സെക്കൻഡ് വീഡിയോ ഒന്നും ഒരാളെടുത്ത്, ഇതിൽ ഒരാളെ കോയിൻ ടോസ് ചെയ്യാം. ആ കോയിൻ ടോസ് ചെയ്യുന്ന ആളായിരിക്കും നമ്മുടെ വിന്നർ, മെയിൻ ഗ്രാൻഡ് പ്രൈസ് ജാക്ക്പോട്ട് വിന്നർ. ഓക്കെ, മറ്റേ ആൾക്ക് നിരാശ ഉണ്ടാവാൻ പാടില്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ 5th പേഴ്സൺ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ക്ലാസ് ആയിട്ട് നമ്മുടെ കോയിൻ ടോസിലെ വിന്നർ ആരാണോ അതാണ് നമ്മളെ മെയിൻ വിന്നർ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, കോയിൻ ടോസ് ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, അപ്പൊ ഒന്ന് ഐ തിങ്ക് ഇതൊന്നും തന്നെ എടുക്കാം അല്ലേ? സോ ഇനി എന്ത് ചെയ്യാണ് നമ്മൾ അടുത്ത ഇതിൽ നിന്നാണോ ഒരാളെടുക്കാൻ പോകുന്നത്? ഓക്കെ, ഒരാളെ നിന്ന് എടുക്കും, ഒരാളെ നമ്മള് അത് വീഡിയോ മിനിമം ടാക്സ് 5. Yes guys, അപ്പൊ നമ്മുടെ ഫൈനൽ വിന്നർ അല്ല ഇത്. നമ്മുടെ ഫൈനൽ വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്നുള്ള വിന്നർ ആണ്. അങ്ങനെ 2 വീഡിയോ വിന്നറെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കോയിൻ ടോസ് ചെയ്ത് ഗ്രാൻഡ് പ്രൈസ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, MQ സർ വല്ലതും പറ. ആവശ്യത്തിന് പറയണ്ടല്ലോ. എനിക്കൊരു ഗ്യാപ്പ് തരുന്നില്ല.
മർസൂഖ് സാറിനെ സൈഡാക്കിന്നൊരു അഭിപ്രായം ഉണ്ട്. ഷെഫ്രിൻ സാറിന്റെ ചിരി അടിപൊളിയാണല്ലോ. താങ്ക് യു. അതെ അതെ. സ്ഥലം ചോദിക്കണോ? വേണ്ടല്ലോ, വേണ്ട. അതെ, ഇർഫാൻ സാറാണ് കമന്റ് ബോക്സ് കത്തിക്കുന്നത്. കുറച്ച് ഫേക്ക് അക്കൗണ്ടുകൾ അതെ. സാർ കുറെ നേരമായി കണ്ടില്ല എന്ന് വിചാരിച്ചത്. ഇതിലൂടെ വന്നില്ലെന്ന് തോന്നില്ല. റീട്രൈ ചെയ്യണം. ഇല്ല അതിലൂടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. റീട്രൈ ചെയ്യണം. ഇല്ല സാർ നാളെ ക്ലാസ്സിൽ എല്ലാരെയും ഞാൻ ഊക്കാറല്ലേ ഉള്ളൂ. സാറെ ഫെബിൻ റിഷാന്റെ പേരൊന്ന് ഉറക്കെ പറയൂ. പറയേണ്ട ആവശ്യമില്ല. കമന്റ് ബോക്സ് മുഴുവൻ അവന്റെ പേര് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? പ്രതിഷേധാണല്ലോ. റീട്രൈ ചെയ്യണം. യെസ്, ഒന്നുകൂടെ കോപ്പി പേസ്റ്റ്. ഈ വീഡിയോ one. Okay. യെസ്. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വീഡിയോ എന്നുള്ള ഏത് സെലക്ട് ചെയ്യുന്ന ആള്, ബട്ട് ഇറ്റ്സ് നോട്ട് ദ ഫൈനൽ വിന്നർ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഗിവ് ആയിട്ട് സലീൽ സാർ വന്നില്ല, എന്തു പറ്റി? സാറിന്റെ കുറവുണ്ട്. സലീൽ സാർ ഒന്ന് വിളിച്ചേ. സൊമാറ്റോയുടെ ഷെയർസ് ഇപ്പൊ കൊടുത്താ നിനക്ക് താങ്ങൂലേ? ഇപ്പൊ എന്തായാലും ഇപ്പൊ ചോരക്കളാണ്. ഇന്നും പൊട്ടും. സലീൽ എൽ ക്ലാസിക്കോ, സലീൽ സാർ എൽ ക്ലാസിക്കോ കാണാൻ നിൽക്കണം. അതെ, start context. Yeah. Okay, so guys, Yes. here we go. So 7, 6, 5, 4, 3, 2, 1. What's that? Liazel. Okay, so Liazel. Wait. So ഒരാളെ സെലക്ട് ചെയ്ത് രണ്ടുപേരെ സെലക്ട് ചെയ്ത് കോയിൻ ടോസ് ചെയ്യണം. അപ്പൊ ലിയക്ക് എന്തായാലും പ്രൈസ് ഉണ്ടാകും. പ്രൈസ് എന്തായാലും ഷുവർ എന്തായാലും പ്രൈസ് ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ മെയിൻ പ്രൈസ് കിട്ടും, അല്ലെങ്കിൽ 5th ക്ലാസ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് സെഷനിലെ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെഗാ പ്രൈസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. ഇനി ലാസ്റ്റ് വൺ മോർ സ്റ്റെപ്പ് കൂടെ ബാക്കിയാണ്. അതാകുമ്പോ 3 മണിക്കൂർ ഇൻട്രസ്റ്റിംഗ്
മർസൂഖ് സാർ എന്താണെന്നറിയോ, എല്ലാണ്ട് ആക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന്റെ ഹെയർ സെറ്റ് ചെയ്തു, ഇതൊക്കെ പ്രശ്നത്തിലാവും. സോ നമ്പർ ഓഫ് വിന്നേഴ്സ് 1. സോ നമ്മൾ അടുത്ത ആളെ സെലക്ട് ചെയ്യാൻ പോകണം. ഓക്കെ ഫൈൻ. സാർമാരെ ഗിവ് അവേ കൊടുക്കുന്നുണ്ടോ? അയ്യോ, ഈ തൽക്കാലം ഇപ്പൊ സാർമാരെ ഇൻസ്റ്റിലിന് ആവശ്യമുണ്ട്. മർസൂഖ് സർ ക്യൂട്ട് ആയിരിക്കുന്നു. ഏത് ആംഗിൾ നടന്നു നോക്കി. ഗൂഗിൾ പേ എത്രയാ? 7,000 കമന്റ്സ് പെട്ടെന്ന് ആയിട്ടുണ്ടല്ലേ. മർസൂഖ് സർ ഹെയർ വിഗ് ആണ്. ഒരു 2 മണിക്കൂറാണ് പറയല്ലേ, അത് ഇമോഷണൽ ഡാമേജ് ആക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ യെസ്. പൂക്കി മർസൂഖ്. റിൻഷാ സർ ബൾക്കിംഗ് എന്തായി? വേണ്ട, ബൾക്കിങ്ങിനെ പറ്റി ചോദിക്കരുത്. ഓക്കെ, ബൾക്കായിക്കൊണ്ടിരിക്കണ അറിയാം. അയ്യോ. സോ യെസ് ഗൈസ്, yeah, yes. So 7 6 4 3 2 1. Here we go. Yes. Hashim. ഫൈനൽ കോൺടെസ്റ്റ്. ഹാഷിമിൽ ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. ഓക്കെ ഓക്കെ. അതെ. സോ ഇനി ടോസിംഗ് ആണ് അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഹാഷിമിന് ഹെഡ് ഒന്നും ലിയക്കൊന്നും സെലക്ട് ചെയ്തു. അതെ. സോ നമ്മള് ഹാഷിമിന് ഹെഡ് അല്ലെ, എച്ച് ഫോർ ഹാഷിം. സോ ഹാഷിമിന് ഹെഡും ലിയ സ്റ്റൈലും ആയിരിക്കും. ഓക്കെ, ലിയ എന്നല്ല പേര് അല്ലേ? ഓക്കെ. സോ ഇൻസ്റ്റാഗ്രാം പോയി നോക്കാം, ചെക്ക് ഒന്ന് കൺഫേം ആയി. അല്ല, ഇത് ഐഡിയ ആയിരിക്കുമല്ലോ, ഒന്ന് ചെക്ക് ചെയ്തു. ഹാഷിം ഹെഡ് ഒന്നല്ല, നമ്മൾ കോയിനില് 2 വശമുണ്ട്, ഹെഡും ടൈലും. ഓക്കെ, അതിലൊന്ന് ഹെഡ്. കോയിൻ ടോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ലിയ എന്താ ഇൻസ്റ്റനെ ഫോളോ ചെയ്യുന്നു. ഓക്കെ, അതല്ല പേര് ലിയ തന്നെയല്ലേ? അതെ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, ലിയ സുലൈഖ. ഹാഷിമിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഹാഷിമിനെ അവര് നമ്മുടെ റൂൾസ് എല്ലാം പാലിച്ചിട്ടുണ്ട്. റൂൾസ് പാലിച്ചിട്ടില്ല. യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോയിൻ ടോസ് ചെയ്യണം അല്ലേ? കോയിൻ ടോസ്. സോ യെസ്. അപ്പോ എന്താ പറഞ്ഞേ, ഹാഷിം ഹെഡ് ആണ് വരുന്നതെങ്കിൽ ഹാഷിം ആണ് വരിക. ലിയ ആണ് വരിക. ടൈലാണ് വരുന്നെങ്കിൽ ലിയ ആയിരിക്കും വരിക. ഓക്കെ, പിങ്ക് കളറിലായിരിക്കും ഹെഡ് വരിക, ടെയിൽസ് ആണെങ്കിൽ ബ്ലാക്കിലായിരിക്കും. ഓക്കെ, ഒറ്റ പ്രാവശ്യം നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നുള്ളൂ. അത് പിങ്ക് ഹെഡ്സ് വന്നാൽ ഹാഷിമിനായിരിക്കും, ടെയിൽസ് വന്നാൽ ലിയക്കായിരിക്കും. ഓക്കെ, സോ ഗൈസ് ഹിയർ വി ഗോ. എടത് നിക്കട്ടെ? യെസ്. ഹാഷിമിനാണ് ലിയ. ഹാഷിമാണ് നമ്മുടെ മെയിൻ. ഹാഷിം ഈ കൂട്ടത്തിലുണ്ടോ? ഹാഷിം അവൈലബിൾ ആണോ ഇവിടെ? എല്ലാവരും ഒരു കൺഗ്രാജുലേഷൻ കൊടുത്തേ. ഇനിയും നമുക്ക് ഗിവ് അവേ ഉണ്ടാവും. ഓക്കെ റൈറ്റ്, ഇനിയും നമ്മൾ ഗിവ് അവേ ഉണ്ടാവും. ഓക്കെ, സോ അതിലെന്ത് ചെയ്യാം, നമ്മൾ ഇനിയും നമ്മൾ ഇതുപോലെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. ഹാഷിം ഈ കൂട്ടത്തിലുണ്ടോ? ഹാഷിം ഉണ്ടെങ്കിൽ ഒന്ന് ഹാഷിമിന്റെ ഫേക്ക് അക്കൗണ്ട് ഹാഷിമിന്റെ പ്രൊഫൈൽ ഒന്ന് കാണിച്ചു കൊടുക്കോ? ആളതിൽ ഇതിൽ ഓപ്പൺ ടാബിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? അതെ. സോ കൺഗ്രാറ്റ്സ്,
Thank you everyone for joining. Thank you everyone for joining. ലിയക്കും പ്രൈസ് ഉണ്ട്. ലിയക്ക് ഒരു ക്ലാസ് എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. സോ ഹാഷിമിനെ സംബന്ധിച്ചിടത്തോളം ഇനി ACC കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും ഹാഷിമിന് ഉണ്ടാവുക. അതുപോലെ ലിയക്ക് ഒരു പേപ്പർ എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ഇൻസ്റ്റിൽ ഒരു പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഹാഷിമിന് എത്ര പേപ്പർ ഉണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഒരു ക്ലാസ് കൂടി ഗിവ് അവേ കൊടുക്ക്. തുടരും നല്ലൊരു മൂവിയാണ്. നെക്സ്റ്റ് ഗിവ് അവേ എപ്പോഴാ? സി ഇത് റിക്ഷ സർ ഹായ് തരും. നീ ഒരു ഹായ് കൊടുത്തേ. ഹായ്. ഇൻസ്റ്റിൽ ഷെയർ ഗിവ് അവേ മതി. ഇൻസ്റ്റിലൊക്കെ ഉള്ളതല്ലേ മൊത്തത്തിൽ എടുത്തു. ഇൻസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു? കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ആൾറെഡി. ശരിയാണോ അല്ലേ? നമ്മൾ അനൗൺസ് ചെയ്ത് 8-ാം തീയതി അല്ലേ കഴിഞ്ഞ? അത് നിങ്ങൾക്ക് തന്നല്ലേ? അല്ല, നമ്മള് ഇവര് വെറും എന്താണ് ഗിവ് അവേ മാത്രമാണ്. നമ്മള് എക്സാം ബേസിലും മാർക്ക് ബേസിലും ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മൾ പറയാലോ, നമ്മളിനി എന്ത് ചെയ്യും? സ്കോളർഷിപ്സ് വരുന്നുണ്ട്. ഇൻസ്റ്റിലെ തന്നെ സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ വരും ബേസ്ഡ് ഓൺ നിങ്ങളുടെ മാർക്സ്. ഓക്കെ, ഒരു കുട്ടി ഭാഗ്യം കൊണ്ട് മാത്രമല്ല ഒരു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടാൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സോ ആളുടെ അക്കാഡമിക്കലി എത്രത്തോളം ബ്രില്യന്റ് ആണ് അതിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമ്മൾ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പും മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ ഇതായിരിക്കും ഉണ്ടാവുക. നമ്മൾ വരും അതിന്റെ അനൗൺസ്മെന്റുകളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും. ഓക്കെ, സോ യെസ്, ഫുൾ വിന്നേഴ്സിനെ കാണിക്കോ? ഇല്ല, നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ്, ഇത് ട്രാൻസ്പെറന്റ് അല്ലടാ, എല്ലാവർക്കും ഇത് ഓക്കെ അല്ലേ? റൈറ്റ്, ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. ശരിയാണോ അല്ലേ? റൈറ്റ്, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നേക്കാൾ ബെറ്റർ ആയിരിക്കും. അവിടെ ഒരു ട്രാൻസ്പെറൻസി. സോ ഇതന്നെയല്ലേ സെറ്റ്? എസോണോ, കുറച്ച് നേരത്തെയൊക്കെ നമ്മൾ എന്തായാലും ശ്രമിക്കാം കേട്ടോ. ഓക്കെ, യെസ്. എക്സൽ ട്രെയിനിങ് ക്ലാസ്സിനെ പറ്റി 2 വാക്ക്. നമ്മളൊരു പോസ്റ്റ് മാത്രമാണ് എക്സൽ ട്രെയിനിങ്ങിനെ പറ്റി ഇട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഓൾമോസ്റ്റ് 1000 സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നിങ്ങളുടെ ഈ സപ്പോർട്ടിന് നമ്മൾ ആൾവേസ് താങ്ക്ഫുൾ ആണ്. പിന്നെ ഒരു പോസ്റ്റ് എടുത്ത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ഒരു കംപ്ലീറ്റ് സിനാരിയോ മനസ്സിലായില്ല. നമ്മളൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു 5 days ട്രെയിനിങ് ആണ് നമ്മൾ തരുന്നത്. ഓൺലൈനിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ഗിവിംഗ് ദിസ് ട്രെയിനിങ് നമ്മൾ നടത്തുന്നുണ്ടാവും, ഒരു എക്സാം നടത്തുന്നുണ്ടാവും. ആ എക്സാമിന്റെ മാർക്ക് അടക്കിയിട്ട് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഓഡിറ്റിൽ നമ്മൾ പഠിപ്പിക്കുന്നതാണ്, എവിഡൻസ് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ. ഫ്രീ ആണ്. ഓക്കെ, ഒരു എംപ്ലോയറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അതായത് നമ്മുടെ കുട്ടികൾ പേപ്പർ മാത്രം പഠിച്ച് ACCയുടെ പേപ്പർ മാത്രം ക്ലിയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എന്തുകൂടി ചെയ്യണം? നമ്മൾ റൈറ്റ് ജോബിനുള്ള റൈറ്റ് സ്കില്ല് നമ്മൾ അക്വയർ ചെയ്യണം. അത് കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന എക്സൽ കോഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 13 ACC പേപ്പർ ആണല്ലോ, ശരിയല്ലേ? അതൊരു മറ്റൊരു പേപ്പർ എന്നുള്ള തരത്തിൽ നമ്മളൊരു സ്കിൽ മൊഡ്യൂൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യും. ആ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ P-levels കംപ്ലീറ്റ് ചെയ്യുന്ന രൂപത്തിൽ എന്താവും? നിങ്ങൾ P-levels കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ചില സോഫ്റ്റ്വെയർസ്, ഫോർ എക്സാമ്പിൾ ക്വിക്ക് ബുക്സ്, സോഹോ, അങ്ങനെ ഇന്നത്തെ ഇൻഡസ്ട്രി ലീഡിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിന്റെ ട്രെയിനിങ് അതിൽ പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോ നമ്മളെ കറന്റ് എടുത്ത ആൾ തന്നെ എന്താണ്? മൈക്രോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ ആണ്. ഓക്കെ, 7+ years ആയിട്ട്. സോ ക്വാളിറ്റി ഈസ് ആൾവേസ് അവർ കീ. ഓക്കെ, സോ അത് നമ്മുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാന്നല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ പാസ്സാവുന്നത് നമ്മൾ പറയപ്പോഴും എന്താണ്? എഫിഷ്യൻസിയാണ് അല്ലെ? നിങ്ങൾ പാസ്സാവുന്നത് എന്താണ്? നമ്മുടെ ഇൻസ്റ്റിലെ എഫിഷ്യൻസിയാണ് നിങ്ങൾ പാസ്സാവുക എന്ന് പറയുന്നത്. പക്ഷെ അത് എഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾ റൈറ്റ് ജോബ്സ് സെക്യൂർ ആവുമ്പോഴാണ് അതെന്താവുള്ളൂ? എഫക്റ്റീവ് ആവുള്ളൂ. സോ വി ആർ ഫോക്കസിങ് ഓൺ എഫക്റ്റീവ്നെസ്, നോട്ട് ജസ്റ്റ് ഓൺ എഫിഷ്യൻസി. ഓക്കെ, സോ ഗൈസ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തുടരെ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരം ഗിവയുമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം? യെസ്, ഓക്കെ. സോ വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ആരെങ്കിലും ഈ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോം ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ പ്രൊഫൈലിൽ ഉണ്ട് കേട്ടോ. ഓക്കെ, യു ക്യാൻ ജോയിൻ ത്രൂ ദാറ്റ്. ഓക്കെ അല്ലേ? എന്നാ പിന്നെ നാളെ ക്ലാസ്സിലേക്ക് ഇരിക്കേണ്ട മക്കളെ. ഒരു ചോദ്യമാണ് ചോദിക്കുന്നവൻ, ഇൻസ്റ്റിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാവോ?
ആദ്യം ഇൻസ്റ്റിലത്തെ കുട്ടികൾ തന്നെ ഇതിന് മറുപടി പറയട്ടെ. ഇൻസ്റ്റിൽ ഒരു ഓഫ്ലൈൻ മോഡ് ഉണ്ടോ നിങ്ങൾക്ക്? യെസ് ഓർ നോ? ഇതേപോലെയാണ് നമ്മുടെ ക്ലാസ്സുകൾ. See how you see as this is the same and the same platform we take class. Okay. ഇതാണ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം. എങ്ങനെയാണോ ഇതാണ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം. വാട്ട് യു സീയിങ് നൗ ഈസ് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇതിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് കാണുന്നുണ്ടാവുക. ബാക്കിലായിരിക്കും നമ്മുടെ സ്ക്രീനും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ടാവുക. ഓക്കെ, സോ പ്യൂർലി ദിസ് ഈസ് അവർ ആപ്ലിക്കേഷൻ, ദിസ് ഈസ് ഹൗ വി റൺ അവർ ക്ലാസ്. ഓക്കെ, അപ്പൊ അതിന്റെ ചെയ്താലോ? യെസ്. അപ്പോ കിട്ടാത്തവരൊക്കെ അല്ലെ നാളെ ക്ലാസ്സിൽ വരാതിരിക്കരുത്, അതാ പറയാനുള്ളത് അല്ലേ? അതെ അതെ അതെ. നാളെ സാറ്റർഡേ അല്ലേ? നാളെ റിൻഷാസർ ക്ലാസ് ഇല്ലേ? ഓ ഓഫ് കോഴ്സ് നാളെ ക്ലാസ് ഉണ്ട്. അതെ അതെ എല്ലാവരും ക്ലാസ് ഉണ്ട്. സർ ആദ്യം ശനിയാഴ്ച ലീവ് ആയിരുന്നു. അല്ല, ഇവർക്ക് എന്തോ ഒരു സർപ്രൈസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു പറയാം. നമ്മളെ ഇന്നേ വരെ ACCA ആരും ചെയ്യാത്തൊരു സംഭവം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിൽ പറയണ്ടല്ലോ, വേണ്ട. എന്തായാലും അത് എന്താ സ്റ്റേ എന്ത് ചെയ്യാ, നിങ്ങള് വെയിറ്റ് ചെയ്യാം. ഒരു പടക്കം കൂടി പൊട്ടാനുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്തായാലും എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മുടെ മെയിൻ അജണ്ട ഏതായിരിക്കും, സ്റ്റുഡൻസിന് എന്തുണ്ടാവും, ക്വാളിറ്റി എഡ്യൂക്കേഷൻ അറ്റ് അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. Thank you guys. Thank you. Good night. Thanks for joining.